എല്ലാവർക്കും പാമിസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കശുവണ്ടിയും കോഴിമുട്ടയും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കശുവണ്ടിയാണ്. ഇത് ഏത് കശുവണ്ടി കൊണ്ട് വേണമെങ്കിലും തയ്യാറാക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഈ കശുവണ്ടി പൊളിച്ച് ഒരു അരമണിക്കൂർ നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ടാണ് കറി തയ്യാറാക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കശുവണ്ടി ആയാലും ഒരു 20 മിനിറ്റോളം ചൂടുവെള്ളത്തിലിട്ട് അതൊന്ന് കുതിർത്തി എടുത്താൽ കറി വയ്ക്കുമ്പോൾ അത് നന്നായിരിക്കും. ഞാനിവിടെ ഒരു 25 കശുവണ്ടി എടുത്തിട്ടുണ്ട്. കശുവണ്ടി എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇവിടെ തേങ്ങ വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 വെളുത്തുള്ളി 2 വേപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. തേങ്ങ വറുത്തതിന് ശേഷം ഇനി നമുക്കൊരു സവോള വഴറ്റിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഏത് ഓയിലായാലും എടുക്കാം, അതിന് കുഴപ്പമില്ല. സവോള ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 3 പച്ചമുളക് അരിഞ്ഞതും ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടിയിൽ നിന്നും ഒരു 5-6 കഷ്ണം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കശുവണ്ടി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കാം. ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും ചേർത്ത് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലേക്കാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. കശുവണ്ടിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം പോയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കോഴിമുട്ട പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അത് മുഴുവനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കി എങ്ങനെയാണ് അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ കോഴിമുട്ട വെച്ച് കൊടുത്ത് ആ ഗ്രേവിയൊക്കെ മുട്ടയുടെ മുകളിൽ കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കശുവണ്ടിയും കോഴിമുട്ടയും ചേർത്തിട്ടുള്ളൊരു കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല രുചിയുള്ളൊരു കറിയാണ്. ചോറൊക്കെ കുമ്പുകുമാന്ന് കുറേ കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.